ഓണത്തിന് മന്യമായി മലമ്പുഴ. അടഞ്ഞുകിടക്കുന്ന ഉദ്യാനത്തിൽ പ്രതീക്ഷകളും പ്രതിഷേധവും. ഓണമെത്തുമ്പോൾ പാലക്കാട്ടുകാരുടെ ആഘോഷപട്ടികയിൽ സ്ഥിരം ഇടം പിടിക്കുന്ന പേരാണ് മലമ്പുഴ. കുടുംബത്തോടൊപ്പം അധികം ചെലവില്ലാതെ ഒരു ദിവസം ചെലവഴിക്കാനെത്തുന്നവർ മുതൽ ദൂരദേശങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ വരെ മലമ്പുഴ ഉദ്യാനത്തെ ആശ്രയിച്ചിരുന്ന കാലത്തിന് ഇത്തവണ ഇടവേള. നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഉദ്യാനം അടച്ചിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും പണികൾ പൂർത്തിയാകാത്തതാണ് ഓണക്കാലത്ത് മലമ്പുഴയെ ശൂന്യമാക്കുന്നത്. ഓണം, പെരുന്നാൾ, ക്രിസ്മസ് തുടങ്ങി ഏത് ആഘോഷക്കാലത്തും പാലക്കാട്ടുകാരുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായിരുന്നു മലമ്പുഴ. കുടുംബത്തോടൊപ്പം പോക്കറ്റ് കാലിയാവാതെ ഒരു ദിവസം ആസ്വദിക്കാനുള്ള ഇടമെന്ന നിലയിലും മലമ്പുഴയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. എന്നാൽ നവീകരണത്തിന്റെ പേരിൽ ഉദ്യാനം അടച്ചതോടെ ഈ പതിവിന് കഴിഞ്ഞ ഒരു വർഷമായി വിരാമമായിരിക്കുകയാണ്. 75 കോടി രൂപ ചെലവിൽ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളാണ് മലമ്പുഴയിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കേന്ദ്ര ടൂറിസം വകുപ്പിൽ നിന്നുള്ള തുക ഒരു വർഷം മുൻപ് കേരള സർക്കാരിന് ലഭിച്ചിട്ടും പദ്ധതി പ്രതീക്ഷിച്ച വേഗത്തിൽ മുന്നോട്ടു പോകുന്നില്ലെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. ഒരു വർഷം പിന്നിട്ടിട്ടും പകുതി ജോലി പോലും പൂർത്തിയായിട്ടില്ലെന്ന വിമർശനവും ശക്തമാണ്. ഉദ്യാനം അടഞ്ഞുകിടക്കുന്നത് വിനോദസഞ്ചാരികളെ മാത്രമല്ല, മലമ്പുഴയെ നേരിട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി പേരെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഉദ്യാനത്തിലെ 100-ലധികം ജീവനക്കാരെയും വിനോദസഞ്ചാരികളെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ചെറുകിട കച്ചവടക്കാരെയും അടച്ചുപൂട്ടൽ സാരമായി ബാധിച്ചു. ഓണക്കാലം ഇവർക്ക് സാധാരണയായി ലഭിക്കേണ്ട വരുമാനത്തിന്റെ പ്രധാന അവസരമായിരുന്നെങ്കിലും ഇത്തവണ ആ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയാണ്. ഉദ്യാനത്തിലേക്കുള്ള ടിക്കറ്റ് വിൽപ്പനയിലൂടെ സർക്കാരിന് ലഭിച്ചിരുന്ന വരുമാനവും നിലച്ചിരിക്കുകയാണ്. പദ്ധതി വൈകുന്നതിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. കേരള ടൂറിസം വകുപ്പിനും സ്ഥലം MLA-ക്കുമെതിരെ വിവിധ സംഘടനകളും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കോടികൾ ചെലവഴിക്കുന്ന ഒരു പദ്ധതിയുടെ പ്രയോജനം ജനങ്ങൾക്ക് എപ്പോൾ ലഭിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഓണം ആഘോഷത്തിന്റെ നിറവും തിരക്കും നിറയേണ്ട മലമ്പുഴ ഇത്തവണ നിശബ്ദമാണ്. UTV ന്യൂസ്, പാലക്കാട്.